PSC ക്രമക്കേടിൽ വീണ്ടും ലോക് ഭവന്റെ മിന്നൽ നീക്കം. സെക്രട്ടറിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിളിച്ചു വരുത്തി. പരീക്ഷാ നടത്തിപ്പിന്റെ വിശദാംശങ്ങൾ സെക്രട്ടറിയോട് ഗവർണർ തേടി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, ഒരു ചടുലമായ നീക്കം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്, ലോക് ഭവന്റെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. അതായത് ക്രമക്കേടിൽ PSC ക്രമക്കേടിൽ നീതി തേടി ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ അലിയുന്ന കാഴ്ചയാണ്. ഒരു ഉറപ്പ് കൃത്യമായ രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ പോലും UDF സർക്കാരിന് സാധിച്ചിട്ടില്ല. അവിടെയാണ് നീതി ഉറപ്പാക്കുന്ന ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, അങ്ങനെ തന്നെയാണ്. PSC സെക്രട്ടറിയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ PSC പരീക്ഷാ ക്രമക്കേടുകളുമായിട്ടുള്ള വിവരങ്ങൾ, അതിൻ്റെ എന്താണ് നിലവിലെ സ്റ്റാറ്റസ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ കൂടിയായിട്ടുള്ള ഒപ്പം തന്നെ PSCയുടെ ഒരു ഭരണ കേന്ദ്രം എന്നതിൽ അപ്പുറം PSCയുടെ ഒരു ഏറ്റവും മുതിർന്ന അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഗവർണർ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ആരാഞ്ഞിട്ടിരിക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട പരീക്ഷാ ക്രമക്കേടുകളിൽ നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയാണെന്നും ഒപ്പം തന്നെ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയരുകയാണെങ്കിൽ അത് ആഭ്യന്തര വിജിലൻസ് പരിശോധിക്കുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് PSC സെക്രട്ടറി കൂടിയായിട്ടുള്ള സാജു ജോർജ് ഗവർണറോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ലോക് ഭവന്റെ ഒരു മിന്നൽ നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ PSC ക്രമക്കേടുകളിലും പരീക്ഷാ തട്ടിപ്പുകളും ഒക്കെ തുടർച്ചയായ സാഹചര്യത്തിൽ ഒരു കൃത്യമായ നടപടി വേണമെന്നൊരാവശ്യം യുവമോർച്ച അടക്കമുള്ളവർ ഗവർണറെ നേരിട്ട് കണ്ടെത്തി വിശദീകരിച്ചിരുന്നു. പരാതിയായി നിരവധി ഭാഗത്ത് നിന്ന് ഗവർണറുടെ മുൻപിലേക്ക് ഒരു ആവശ്യവും എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അടിയന്തര ഇടപെടൽ ഇപ്പോൾ ഗവർണർ നടത്തിയിട്ടുള്ളത്. അടിയന്തരമായി തന്നെ സെക്രട്ടറിയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വിശദാംശങ്ങൾ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ലോക് ഭവൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് SFI നടത്തിയ ഒരു സമരം, ശവസംസ്കാര രീതി നടത്തുന്ന രീതിയിലുള്ള ഒരു സമരം സിസ തോമസിനെതിരെ നടത്തിയതിൽ DGPയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് നടപടികൾ സ്വീകരിക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയത്. സമാനമായൊരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഈ PSC വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആസൂത്രണ ബോർഡുമായി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ചില പരീക്ഷാ ക്രമക്കേടുകൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനായി PSC ഉദ്യോഗാർത്ഥികളെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട്, പഠിച്ച ഉദ്യോഗാർത്ഥികളെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് പരീക്ഷ നടത്തുകയും അതിൽ ക്രമക്കേട് നടത്തുകയും ചില ഉന്നത ഉദ്യോഗസ്ഥരും PSCയിലെ മുതിർന്ന അംഗങ്ങൾ അടക്കമുള്ളവർ ഒരു ഭാഗത്ത് നിലപാടും നടപടിയും സ്വീകരിക്കുമ്പോഴാണ് കൃത്യമായ ഇടപെടലിലേക്ക് ഇപ്പോൾ ലോക് ഭവൻ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ വൈകുകയാണെങ്കിൽ അടിയന്തര ഇടപെടലും അടിയന്തര നടപടിയും ലോക് ഭവൻ സ്വീകരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഗവർണറുടെ ഇടപെടൽ PSC വിഷയത്തിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വിവിധ കോണുകളിൽ ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാജു ജോർജ് എന്ന് പറയുന്ന PSCയുടെ സെക്രട്ടറിയെ നേരിട്ട് വിളിപ്പിച്ചിട്ടുള്ളത്. PSC ചെയർമാന്റെ അറിവോ സമ്മതമോ ഒന്നും തന്നെ ഇല്ലാതെയാണ് അദ്ദേഹത്തിനെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ തേടുകയും തുടർ നടപടികൾ വേഗത്തിൽ തന്നെ ലോക് ഭവനെ അറിയിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. KP.